കർത്താവിനെ കണ്ടുമുട്ടിയത് മുഖാന്തരം നിന്റെ ദേശത്ത് നീ ഒറ്റപ്പെടുന്നുണ്ടോ? നിന്റെ ദർശനങ്ങളും സ്വപ്നങ്ങളും നിമിത്തം നീ ഒറ്റപ്പെടുന്നുണ്ടോ? വേദപുസ്തകം പറയുന്നു, ഇതുപോലെ ഒറ്റപ്പെടാൻ അനുഭവിച്ചൊരു മനുഷ്യനാണ് ജോസഫ്. നീണ്ട അധികം വർഷങ്ങൾ എന്ത് എന്ന് ചോദ്യത്തിന് മിണ്ടാതിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്, അല്ലേ? സ്വർഗത്തിന് പറയാൻ ഒരു മറുപടിയില്ല. പൊട്ടക്കിണറും പുത്തീഫറും കാരാഗ്രഹവും മാറി മാറി വരുമ്പോ എന്ത് എന്ന് ചോദ്യത്തിന് മിണ്ടാതിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്, അല്ലേ? സ്വർഗത്തിന് പറയാൻ ഒരു മറുപടിയില്ല. 11 സഹോദരങ്ങളും അപ്പനും അമ്മയും അടങ്ങുന്ന ഒരു വീട്ടിൽ ലാളനയേറ്റു വളർന്ന ഈ പയ്യൻ ഒന്ന് ഹൃദയം തുറന്ന് സംസാരിക്കാൻ പോലും പറ്റാതെ ഹൃദയത്തിൽ വേദനിച്ച് പോകുമ്പോഴും എന്ത് എന്ന ചോദ്യത്തിന് മറുപടിയില്ലാതെ കിടക്കുമ്പോ വാഗ്ദത്തങ്ങളുടെ നിവർത്തിയെല്ലാം കണ്ണിന്റെ മുമ്പിൽ നിറവേറി നിൽക്കുന്നത് കണ്ടിട്ട് കരയാൻ വേണ്ടി സ്ഥലം അന്വേഷിച്ചു എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഈ വേദപുസ്തകത്തിലുണ്ട്. സഹോദരങ്ങളും അപ്പനും എല്ലാം വന്ന് മുമ്പിൽ കഴിഞ്ഞ ദീർഘനാളുകൾക്ക് മുമ്പ് കണ്ട ദർശനത്തിന്റെ നിവർത്തി എന്ന വണ്ണം തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ, കർത്താവെ, ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടലുകളും കർത്താവ് ഞാൻ അനുഭവിച്ച സംഘർഷങ്ങളുമെല്ലാം കർത്താവ് ഇതിലേക്കുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് കരയാൻ വേണ്ടി പോയി മാറി നിന്ന് കരഞ്ഞിട്ട് വരുന്ന വ്യക്തിയെപ്പോലെ ഈ ചില ദിവസങ്ങൾക്കകം ഇതിൽ ചിലരുടെ വാഗ്ദത്തങ്ങളിലേക്കും കണ്ട സ്വപ്നങ്ങളിലേക്കുമാണ് സാഹചര്യങ്ങൾ തിരിയുന്നത് എന്ന് നിനക്ക് ബോധ്യം വരത്തക്കവണ്ണമുള്ള അതിശക്തമായ ദൈവിക ഇടപെടലുകൾ ഈ ദിവസങ്ങളിൽ നിന്റെ മുമ്പിൽ സംഭവിക്കുന്നു എന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞാൽ അതിനെ കരങ്ങൾ അടിച്ച് സ്വീകരിക്കാൻ ഇതിനകത്ത് എത്ര പേരുണ്ട്?